നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. ഇന്ന് നമ്മുടെ വിഷയം നമ്മളുടെ പൂർവജന്മത്ത് നമ്മൾ എപ്പോൾ മരണമടഞ്ഞു. നമ്മൾ ഒരു നക്ഷത്രത്തിലേക്ക് വീണ്ടും പിറക്കാൻ എന്താണ് കാരണം? നമ്മൾ കഴിഞ്ഞ ജന്മം എടുക്കണ്ട, ഈ ജന്മം തന്നെ അങ്ങ് എടുക്കുക. ഈ ജന്മം അങ്ങ് എടുത്ത് നമ്മളിങ്ങനെ പ്രയാണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് നമ്മൾ ഇതും കൊണ്ടിങ്ങനെ പ്രയാണം ആരംഭിക്കുക. അങ്ങനെ പ്രയാണം ആരംഭിച്ച് നമ്മളൊരു സമയമാകുമ്പോൾ നമ്മൾ ഈ ആത്മാവ് വീണ്ടും ഈ ശരീരം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു കർമ്മ ഉണ്ടാവും. അങ്ങനെ ഈ ശരീരം നശിച്ച് വീണ്ടും ഈ ആത്മാവ് ഒരു ശരീരം തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. വീണ്ടും പുനർജനിക്കാനായിട്ട് ഈ ആത്മാവിന് ഇടയുണ്ടാവും, അതിൻ്റെ കാർമിക് കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ ആത്മാവ് ജനിച്ച് ഒരു ദശാകാലത്ത് ജനിച്ച് അടുത്ത ദശാകാലത്തിലേക്ക് കടന്ന് അടുത്ത ദശാകാലങ്ങളിലേക്ക് കടന്ന് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ഈ ആത്മാവിന് ഒരു 50 വയസ്സായി എന്നിരിക്കെ ഈ ആത്മാവ് വ്യാഴദശ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകാനായിട്ട് കാരണമായി. ശരീരം ത്യജിച്ചു. അപ്പോൾ ഈ ആത്മാവ് വ്യാഴദശാകാലത്തേക്ക് പ്രവേശിച്ചു. വ്യാഴത്തിന് എത്ര വർഷമാണുള്ളത്? 16 വർഷം. ഓരോ ഗ്രഹങ്ങൾക്കും ഇത്ര വയസ്സ് വീതമുണ്ട്. ആദിത്യന് 6, ചന്ദ്രന് 10, ചൊവ്വായ്ക്ക് 7, രാഹുവിന് 18, വ്യാഴത്തിന് 16, ശനിക്ക് 19, ബുധന് 17, കേതുവിന് 7, ശുക്രന് 20. ഇങ്ങനെ ഗ്രഹങ്ങളുടെ വയസ്സ്, ദശാകാലം. അങ്ങനെ ഈ ദശാകാലത്തിൽ വ്യാഴദശ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവ് മരണമടയാനായിട്ട് അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കാനായിട്ട് ഇടയായി. അങ്ങനെ വ്യാഴത്തിന് എത്ര വർഷമാണുള്ളത്? 16 വർഷം. അപ്പോൾ ഈ 16 വർഷത്തിൽ ഈ വ്യാഴദശ ഈ ആത്മാവ് എത്രമാത്രം കടന്നു? അപ്പം ഈ വ്യാഴദശാകാലം ഒരു 14 വർഷം ഈ ആത്മാവ് കടന്ന് ശേഷിപ്പത് എത്ര വർഷമാണ് വ്യാഴദശ? 2 വർഷം. അവർ 2 വർഷം ഇവിടെ പെൻഡിങ് വെച്ചിട്ടാണ് ഈ ആത്മാവ് ശരീരം വിട്ടുപോയത്. അപ്പം അതിൻ്റേതായ കർമ്മകാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ആത്മാവിന് വീണ്ടും ജനിക്കേണ്ട സമയം, അത് യുഗങ്ങൾക്ക് ശേഷമാകാം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമാകാം, തലമുറകളുടെ വ്യത്യാസക്കണക്കടിസ്ഥാനത്തിലാവാം. ഈ ആത്മാവ് ഈ പാപകർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത ഫലത്തിൻ്റെ സിദ്ധിയിൽ വീണ്ടും പുനർജനിക്കുമ്പോൾ ഈ ആത്മാവ് പുണർദം, വിശാഖം, പൂരിട്ടാതി ഈ നക്ഷത്രങ്ങളിലായിരിക്കും ആത്മാവ് ജനിക്കുക. ഗർഭശിഷ്ടം 2 വർഷം ഉണ്ടാവും. ഇത്
നമ്മളുടെ ഗ്രഹനില എടുത്ത് നോക്കുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ടാവും ഗർഭശിഷ്ടം ഇത്ര വയസ്സ്, ഇത്ര മാസം, ഇത്ര ദിവസം, ഇന്ന ദശാകാലം. അപ്പോൾ ഈ ആത്മാവ് പൂർവജന്മത്ത് ഏത് ദശാകാലത്താണോ മരണപ്പെടുന്നത് ആ ദശാകാലത്തിൻ്റെ നക്ഷത്രങ്ങളിലായിരിക്കും പുനർജനിക്കുക. ഇപ്പോൾ കേതുർ ദശാകാലത്താണ് ഒരു ആത്മാവ് മരണപ്പെടുന്നതെങ്കിൽ ആത്മാവ് പുനർജനിക്കുന്നത് ഏത് നക്ഷത്രങ്ങളിലായിരിക്കും? അശ്വതി, മകം, മൂലം. ശുക്രദശാകാലത്താണ് ഒരാത്മാവ് ജനിക്കുന്നതെങ്കിൽ ആ ആത്മാവ് മുജ്ജന്മത്തിൽ ഏത് ദശാകാലത്തായിരിക്കും മരണപ്പെടുക? ശുക്രദശയിലായിരിക്കും. അപ്പോൾ ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രങ്ങളിലേക്ക് ഒരാത്മാവ് ഇവിടെ പിറക്കുന്നുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ പൂർവജന്മത്ത് ശുക്രദശാകാലത്തായിരിക്കും ഈ ആത്മാവ് മരണപ്പെട്ടു പോവുക. അപ്പോൾ ഈ ദശാകാലം എത്ര സ്വീകരിച്ചിട്ടുണ്ടോ അതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇവിടെ ഗർഭശിഷ്ടം സ്റ്റാർട്ട്. അപ്പോൾ ശുക്രദശ 20 വർഷം ഉണ്ടെങ്കിൽ ഗർഭശിഷ്ടം ചിലപ്പോൾ 4 വർഷം, 3 വർഷം, ഇത്ര മാസമായിരിക്കും. അപ്പോൾ 3 വർഷമേ ഗർഭശിഷ്ടം നമുക്കിവിടെ ശുക്രദശ അനുഭവിക്കുന്നുള്ളെങ്കിൽ ഈ ബാക്കി ശുക്രൻ്റെ ബാക്കി എവിടെ പോയി? നമ്മളുടെ പൂർവജന്മത്ത് ഈ ദശാകാലം നമ്മൾ അനുഭവിച്ചു തീർത്തു. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്ലോക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങി ഇത് ഇവിടെ വന്നപ്പോഴേക്കും ബാറ്ററി സ്റ്റോപ്പ് ചെയ്തു. പിന്നെയും ബാറ്ററി ഇട്ടു. അതായത് ആത്മാവ് ശരീരം എടുത്തു, ജീവൻ വന്നു. അപ്പോൾ ഇതൊരു വീണ്ടും സ്റ്റാർട്ടാകും. അപ്പോൾ എവിടെ നിന്നോ അവിടെ നിന്ന് വീണ്ടും കാലചക്രത്തിൻ്റെ കണക്ക് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് സൈക്ലിംഗ്. എന്ന് ഈ ആത്മാവ് തൻ്റെ കടങ്ങൾ വീട്ടുന്നോ അന്ന് മാത്രമേ ഒരു പുനർജന്മം എന്ന അവസ്ഥയിലേക്ക് ഈ ആത്മാവ് എടുക്കാണ്ട് വരുള്ളൂ, സ്റ്റോപ്പാകുള്ളൂ. അതിൽ ബ്രഹ്മത്തിൽ ലയിക്കുക, ഈശ്വരനിൽ ലയിക്കുക, മോക്ഷം ലഭിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ജ്യോതിഷികൾ ഇത് മനസ്സിലാക്കണം. ഇന്ന് എത്ര പേർക്ക് ഈ ഒരു നിയമം അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ജാതകം എഴുതി കൊടുക്കാറുണ്ട്, ഗ്രഹനില എഴുതി കൊടുക്കാറുണ്ട്, ആഴ്ച നാൾ, പക്കം കരണം, നിത്യയോഗം ഇതെല്ലാം എഴുതി കൊടുക്കും. ഗർഭശിഷ്ടവും എഴുതി കൊടുക്കും. കമ്പ്യൂട്ടറെ നോക്കി, മൊബൈൽ നോക്കിയെടുത്തിട്ട് ഗർഭശിഷ്ടം എഴുതി കൊടുക്കും. പക്ഷേ ഇതെന്താണ് കാര്യമെന്ന് അവർക്ക് പോലും അറിയില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, നമ്മളിത് മനസ്സിലാക്കണം. ഇനിയും നമ്മൾ എവിടെയും പോയി ഇളിഭ്യനാകാനായിട്ട് നമുക്ക് അവസരം വരരുത്. അതുകൊണ്ട് ശാസ്ത്രം മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ രഹസ്യ കാര്യങ്ങളും ഇതിൻ്റെ നിയമങ്ങളും കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കാര്യങ്ങൾ അവതരിപ്പിക്കണം. അപ്പം എപ്രകാരമാണോ ഒരു ദശാകാലത്ത് നമ്മൾ മരണപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആ ദശാകാലത്തിൻ്റെ ബാക്കി എത്രയുണ്ടോ അത്രയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും പുനർജനിച്ച് ആ ഗ്രഹത്തിൻ്റെ നക്ഷത്രങ്ങളിൽ ജനിച്ച് ജീവിത പ്രയാണം ആരംഭിക്കും. ഇതാണ് അതിൻ്റെ നിയമം. ഇതാണ് ഗർഭശിഷ്ടമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പറ്റുന്നത് പോലെ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം, സമയമുണ്ട് എങ്കിൽ. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.